ആഷിക്ക് പോയ ഒരു വാരം അത് വിഷ്വൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു കാര്യമായിരുന്നു. കാരണം വാർത്തകൾ ധാരാളമായി ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ഒരു പരിമിതി അറിയാം. പ്രത്യേകിച്ച് അനാലിസിസോ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ കിട്ടാത്തൊരു പ്രശ്നങ്ങൾ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വാസ് എ ഹോട്ട് ടോപ്പിക്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലെ ഇതുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ വരുന്നു, ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരുന്നു, സ്ക്രീൻഷോട്ടുകൾ വരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ വരുന്നു. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഈ മാധ്യമങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ്, പ്രത്യേകിച്ച് ഇങ്ങനെ വാർത്തകൾ ധാരാളമായി ഉള്ളപ്പോൾ അല്ലെങ്കിൽ ട്രെൻഡിങ് ന്യൂസുകൾ ധാരാളമായി ഉള്ളപ്പോൾ ഇതിനൊരു വിഷ്വലി കുറച്ചുകൂടി അപ്പീലിംഗ് ആയ റിപ്പോർട്ടറിനാണ് പലപ്പോഴും പ്രാധാന്യം ലഭിക്കാറുള്ളത്. അത് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ടിവിയുടെ ലൈവത്തോടൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുക മാത്രമല്ല, ഒരിക്കലും ബാർക്ക് റേറ്റിംഗ് ഇല്ലാത്ത തരത്തിൽ 100 കടക്കുന്ന ബാർക്ക് റേറ്റിംഗിലേക്ക് റിപ്പോർട്ടർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരുടെ ഒരു പറയാതിരിക്കാൻ സാധിക്കില്ല, അത്ര മികച്ച രീതിയിലാണ് അവരുടെ ടെക്നിക്കൽ ടീം വർക്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഒരു കുറവും പറയാൻ സാധിക്കില്ല. മലയാള മാധ്യമത്തിന്റെ ചരിത്രത്തിൽ തന്നെ റിപ്പോർട്ടർ എടുത്തു വെച്ചിട്ടുള്ള ഒരു ചെക്കുണ്ട്, ഇതിന് മുകളിൽ വെക്ക് നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽ എന്നുള്ളത്. പല രീതിയിലും മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ അതിനെയൊക്കെ ബീറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും റിപ്പോർട്ടറിനെ അതിനെ മറികടക്കാൻ സാധിച്ചത്. പക്ഷേ നമ്മുടെ ആ ധാരണകളെയൊക്കെ തെറ്റിക്കുന്നതാണ് ഇപ്രാവശ്യത്തെ ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഏഷ്യാനെറ്റ്, അതായത് ഇത്രയും അധികം വിവാദങ്ങളും സോഫ്റ്റ് ബോൺ കൗണ്ടന്റും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും ഏഷ്യാനെറ്റിലേക്ക് ആളുകൾ തിരിച്ചെത്തിയിരിക്കുന്നു. അത് വലിയൊരു മാർജിനിലാണ്. അതായത് 87 അല്ലേ, 87 എന്നുള്ളൊരു പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ 74 പോയിന്റുമായി 2ാം സ്ഥാനത്താണ്. അതായത് ചില ഏഷ്യാനെറ്റിനെ ഞാൻ കാണുന്നത് മലയാളത്തിലെ മാധ്യമ മുത്തശ്ശി എന്ന് മാത്രമല്ല, ഒരു വാർത്തയുടെ ആധികാരികത, അവർ ട്രെൻഡിങ്ങിലാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതല്ല. പലപ്പോഴും വാർത്തയുടെ ആധികാരികത, ഏഷ്യാനെറ്റ് എന്താ പറയുന്നത് നോക്കട്ടെ എന്ന് പറയുന്ന ധാരാളം ആളുകളെ എനിക്കറിയാം. നമ്മൾ പോലും ഏഷ്യാനെറ്റ് എന്ന ന്യൂസിനെ, ഞാനൊക്കെ ചെറുപ്പം മുതലേ കാണുന്ന ന്യൂസ് ചാനലിൽ കണ്ടു വളർന്നും കേട്ടുള്ള നോക്കുക ഏഷ്യാനെറ്റിനെയാണ്. അപ്പോൾ നമുക്കുള്ള ഒരു വിശ്വാസ്യത അത് കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ട് പോലും മറ്റ് ചാനലുകളിലേക്ക് പോകാതെ ക്ലാസിക് മാധ്യമമായ ഏഷ്യാനെറ്റിലേക്ക് തന്നെ ആളുകൾ തിരിച്ചെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ അവരവരുടെ സ്ലാബ് പിടിച്ചവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ്. അല്ലാത്തൊരു നമ്മൾ ഇത്രയും നാളും കാണാത്തൊരു ട്രെൻഡിങ് ആണ് അല്ലേ? അതെ, തീർച്ചയായും. എന്തായാലും ഒരു ട്രെൻഡിങ് ന്യൂസ് ഉണ്ടാവുമ്പോൾ അത് വളരെ ബ്രേക്കിംഗ് ആയി കൊണ്ടുവന്ന് പെട്ടെന്ന് പുതിയ ഇൻഫർമേഷൻസ് കൊണ്ടുവന്ന് ഒരുപാട് റിപ്പോർട്ടേഴ്സിനെ നിരത്തിലിറക്കിക്കൊണ്ട് പലവിധ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പലരുടെ അഭിപ്രായം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്ട്രാറ്റജി. അതായത് നമ്മുടെ ഇപ്പോൾ മാറുന്ന തലമുറയുടെ ഒരു പ്രത്യേകതയാണ്, ഒന്നിനും സമയമില്ല പെട്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ റീലുകളിലേക്ക് യുവതലമുറ ഒതുങ്ങി പോകുന്നത്. കാരണം ഒരു സെക്കൻഡ് പോലും ലേഖടിച്ച് ഒരു വാർത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടന്റ് കണ്ടിരിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. അത്ര വിരൽത്തുമ്പിൽ അത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാഗും വരുത്തുന്ന അല്ലെങ്കിൽ പതിഞ്ഞ സ്വരത്തിൽ പറയുന്ന ഒരു മീഡിയ വീക്ഷിക്കേണ്ട കാണണ്ട എന്നൊരു നിലപാടിലാണ് യുവതലമുറയുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻസ് ഒരു മിനിറ്റിൽ തന്നെ പലവിധ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് വാർത്തകൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഭയങ്കര വൈബ്രന്റ് ആയിട്ട് നിന്നുകൊണ്ട് വാർത്തകൾ പറഞ്ഞ് വാർത്തകൾ വായിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു ശൈലി, ഒരു രീതിയാണ് റിപ്പോർട്ടർ ഫോളോ ചെയ്യുന്നത്. അവർ അതിൽ സക്സസ് ആയിട്ടുമുണ്ട്. കാരണം ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ശൈലി ഈ വാർത്തകളെ കുറച്ചും കൂടി ഗൗരവം വിട്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആക്കി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയി സംസാരിക്കുന്ന ഒരു ശൈലി കൊണ്ടുവന്നത് ആദ്യം 24 ആണ് ആദ്യം കൊണ്ടുവന്നത്. ആ ഒരു ശൈലിയാണ് പിന്നീട് റിപ്പോർട്ടർ അവർ അതിനേക്കാൾ അഡ്വാൻസ് ടെക്നോളജിയിലൂടെയും അതുപോലെ തന്നെ ആ 24ന്റെ ഒരു സംഘത്തെ തന്നെ അവരിലേക്ക് റിക്രൂട്ട് ചെയ്തും എല്ലാം ആ ഒരു ശൈലിയിലേക്ക് റിപ്പോർട്ടർ വന്നതോടുകൂടി തന്നെ മത്സര ബുദ്ധിയായി. പിന്നെ അല്ലെങ്കിലും മത്സരമുണ്ട്, പക്ഷേ എക്സ്ക്ലൂസീവ് തേടി പോകാനും അതുപോലെ പുതിയ വാർത്തകൾ, ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം പുറത്തെടുക്കാനൊക്കെയാണ് പണ്ടത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ശൈലി എന്നത്. പക്ഷേ ഇപ്പോൾ ഇവന്റ് കവറിംഗ് ആയി മൊത്തം മാധ്യമങ്ങൾ മാറി. ആ ഇവന്റ് തന്നെ എത്രത്തോളം വ്യത്യസ്തമായി കൊടുക്കാം അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫോർമേറ്റീവ് ആയി കൊടുക്കാം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മാധ്യമങ്ങൾ, അതായത് ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇവന്റ് വരുമ്പോൾ ഇപ്പോൾ ഇന്നു മുതൽ വള്ളംകളി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വള്ളംകളിയുടെ പുറകെ ഇപ്പോൾ സ്വന്തമായി ഒരു വെള്ളം ഇറക്കുന്നു, ജേഴ്സി കൊടുക്കുന്നു, അവിടെയുള്ള ആളുകൾക്കെല്ലാം ജേഴ്സി കൊടുക്കുന്നു. അതുപോലെ ഈ വള്ളത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഓടുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ തുഴഞ്ഞു പോകുന്ന വെള്ളത്തിൽ പലവിധ ക്യാമറ ആംഗിൾസ്, ഹൗസ് ബോട്ട് ഇറക്കുന്നു. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ VS-ന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, റിപ്പോർട്ടറിന്റെ ഒരു ബസ് നമ്മൾ എടുത്തു പറയണം, എല്ലാവരും കൗതുകത്തോടെ നോക്കി. കാരണം അത്രയും വലിയൊരു ബസ് ഇറക്കുന്നു, അതിൽ
റിപ്പോർട്ടറിന്റെ സിമ്പൽ, അതുപോലെ മറ്റ് മാധ്യമങ്ങളും വിസിബിലിറ്റി ഉണ്ടാക്കുക, അതെ അതിൽ കൂടി പരസ്യം അടിസ്ഥാനപരമായി പരസ്യം എന്നുള്ളതാണല്ലോ അത്. ആരെ സംബന്ധിച്ചിടത്തോളം പരസ്യമില്ലാതെ എങ്ങനെയാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുക? മികച്ച പാക്കേജുകൾ കൊടുക്കുന്ന ആളുകൾക്ക് പരസ്യം ഉണ്ടാകും, പ്രത്യേകിച്ച് ഒരു വിഷ്വൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടൊന്നും നമുക്കൊരു തെറ്റൊന്നും പറയാനൊന്നുമില്ല. ഇല്ല, തെറ്റൊന്നല്ല, അവർ ഉപയോഗിച്ച ആ ഒരു ശൈലിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മറ്റു മാധ്യമങ്ങളും അത്തരത്തിലുള്ള ശൈലിയിലേക്ക് മാറാൻ നിർബന്ധപൂർവമായി പോവുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഏഷ്യനെറ്റിന്റെ ഒരു ട്രെൻഡൊക്കെ പതുക്കെ പതുക്കെ മാറി വരുന്നു. ഇപ്പോൾ ആ ഒരു പഴയ അവർക്കുള്ള ആ ഒരു വ്യൂവേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു പതുക്കെ ആ പാറ്റേണിലേക്ക് മാറാനാണ് ഏഷ്യനെറ്റ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ, നിലമ്പൂർ ഇലക്ഷന് തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഏഷ്യനെറ്റ് പണ്ടത്തെ ശൈലി എല്ലാം വിട്ട് പുതിയ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടർ 24 അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ശൈലി വൈബ്രന്റ് ആയി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതെ 3-4 പേര് ഒരുമിച്ച് ഫ്ലോറിൽ നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഇൻഫർമേഷൻ അപ്പൊ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഒരു ടൈം പോലും ലാഗ് ആവാതെ, അല്ലെങ്കിൽ വെയിലല്ലാതെ കുറച്ചുകൂടി ലേമാൻ ലാംഗ്വേജിൽ സാധാരണക്കാർക്ക് കുറച്ചുകൂടെ അപ്രോച്ചബിൾ ആവുന്ന രീതിയിലാണ്. പക്ഷെ ഇതിൽ പറ്റുന്ന ഒരു വലിയ അബദ്ധം അല്ലെങ്കിൽ ഒരു ദുരന്തം എന്ന് പറയുന്നത്, ഈ വരുന്ന വാർത്തകൾ ഒരു വാട്സപ്പ് മെസ്സേജ് പോലും വന്നു കഴിഞ്ഞാൽ അത് വാർത്തയായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഓപ്പറേഷൻ സിന്ധുവിന്റെ കാര്യത്തിൽ നമ്മൾ റിപ്പോർട്ടറിനെ എല്ലാവരും പഴിക്കുന്ന ഒരു സാഹചര്യം. കാരണം ലൈവിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞ ബ്ലണ്ടറുകൾ അത്രയും കൂടുതലായിരുന്നു. കാരണം പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ വാർത്ത എന്താണോ മുന്നിലേക്ക് വന്നത് പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, മറ്റു മാധ്യമങ്ങൾ പറയുന്നതിനും കൂടുതൽ വാർത്തകൾ എത്തിക്കുക, കൂടുതൽ ഇൻഫർമേഷൻ എത്തിക്കുക. അത് ഒന്ന് വാരിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ വന്ന വാർത്ത, ആ വന്ന വാട്സപ്പ് മെസ്സേജ് സത്യമാണോ എന്ന് പോലും ചെക്ക് ചെയ്യാതെയാണ് ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ഇത് വിശ്വസിച്ചാണ് ആളുകൾ അന്ന് രാത്രി കിടന്നുറങ്ങിയത്. പല വിമാനത്താവളങ്ങൾ അടച്ചു എന്ന രീതിയിലൊക്കെ വാർത്ത കേട്ട് കിടന്നുറങ്ങിയ പിറ്റേ ദിവസം ആളുകൾ നീച്ച് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസ്യത കൂടി നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഈ ചാനലുകൾ മാറുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ബാബു രാമചന്ദ്രന്റെ ചാനലിൽ കൊടുത്ത പോഡ്കാസ്റ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട്, ഇത്രയും വർഷം അധ്വാനിച്ചിട്ടും ഏറ്റവും അവസാനം പടിയിറങ്ങുമ്പോൾ മാപ്ര എന്നൊരു വിളിയിലേക്ക് ഒതുങ്ങുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങൾ കൂടി ഉണ്ട്. ഇപ്പൊ ആഷിക്ക് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തതാണ്. അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് കൂടി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ട്രെൻഡിങ്, ബ്രേക്കിംഗ് കാര്യം ഇതൊക്കെ ഈ ചാനലിന്റെ റേറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് കൊണ്ട് വെരിഫൈ ചെയ്യാതെ പോകുമ്പോൾ മാധ്യമധർമ്മം മറന്നു പോകുന്നത്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു കംബാക്ക്, അതായത് ആത്യന്തികമായ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ജനങ്ങൾ ഒരു എന്താ പറയുക വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതി അനുസരിച്ച് ഒരു വിഷയത്തെ, അതായത് ട്രെൻഡിങ് ആയ വളരെ ഒഫെൻസീവായ ഒരു, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വളരെ പെട്ടെന്ന് കോൺട്രവേഴ്ഷ്യൽ സബ്ജക്ട്സ് എടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകാതെ ഏഷ്യാനെറ്റിനെ മാത്രം ആശ്രയിക്കുന്ന രീതിയിലേക്ക് ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നത്. അതിപ്പം സാധാരണഗതിയിലുള്ള ചാനലുകൾക്കൊന്നും ഇപ്പോൾ വ്യൂസ് തന്നെ ഇല്ല, പിന്നെ ആളുകൾ കാണുന്ന ന്യൂസ് ചാനൽസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ന്യൂസ് ചാനൽസിൻ്റെ അകത്ത് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് വരിക എന്ന് പറയുമ്പോൾ ആ ക്ലാസിക് കോംബോ, അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങളെ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ കുറച്ചധികം, ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ്റെ സർജിക്കൽ സ്ട്രൈക്ക്, ഇതൊക്കെ നമ്മൾക്ക് കുറേ അഡീഷണൽ കാര്യങ്ങളാണ് കിട്ടുക. അതുപോലെ തന്നെ ന്യൂസ് അവർ, അതുപോലെ തന്നെ PG കണ്ടക്ട് ചെയ്യുന്ന നേർക്കാഴ്ച പോലുള്ള പരിപാടികളൊക്കെ നമ്മൾ സ്ഥിരമായി കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ വാർത്താധിഷ്ഠിതമായി മാത്രം, അതായത് എൻ്റർടൈൻമെൻറ്റ് അല്ലാതെ തന്നെ സീരിയസ് ആയി വാർത്തകളെ കാണുന്ന ഒരു രീതിയിലേക്ക് അവർ ആ ഒരു പതുക്കെ അവർ അത് നിലനിർത്താനും കൂടി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് കൂടി ആയിരിക്കണം ഇത്. അല്ലാതെ കാര്യം നമ്മൾ ആരെയാണ് ചൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധാരണക്കാരായ ആളുകൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ മോഹൻലാലിന്റെ സിനിമ വരുമ്പോൾ കുടുംബ പ്രേക്ഷകർ തിരിച്ചു വരുന്നത് പോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സത്യം എന്താ. ഇവിടെ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ വിഷയം റിപ്പോർട്ടർ കൈകാര്യം ചെയ്തത് രാഹുലിനെ വേട്ടയാടുന്ന രീതിയിലേക്ക് ഒരു ശൈലി റിപ്പോർട്ടർ കൈക്കൊണ്ടു എന്ന ഒരു ആരോപണം കൂടി UDF കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് റിപ്പോർട്ടറിന്റെ പ്രാദേശിക റിപ്പോർട്ടർമാരെ UDF കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്ന രീതിയിൽ പല വാർത്തകളും പുറത്തു വന്നു. അത് രാഹുലിന്റെ വിഷയം പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ വിഷയം എടുത്തിട്ട് പെരുമാറുമ്പോൾ ഒരു കുറച്ച് തീവ്രത കൂടിപ്പോയോ എന്നുകൂടി റിപ്പോർട്ടറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഏതൊരു വാർത്ത എടുത്ത് പരിശോധിക്കുമ്പോഴും രാഹുലിനെ ഭയങ്കരമായി വേട്ടയാടുന്ന ഒരു ശൈലി. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഈ VD സതീശനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം നടത്തുന്ന പ്രസ് മീറ്റുകളിൽ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ റിപ്പോർട്ടറല്ലേ, റിപ്പോർട്ടറിന്റെ ചാനലുകൾ ചോദിക്കുന്ന ചോദ്യം എന്നെ മറുപടി പറയാൻ അനുവദിക്കുന്നില്ല, നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കൂ, എൻ്റെ പത്രസമ്മേളനമാണല്ലോ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ എന്ന രീതിയിലൊക്കെ VD സതീശൻ അടക്കം പത്രസമ്മേളനത്തിൽ പറയുന്നു. റിപ്പോർട്ടറിനെ നേരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ വിമർശിക്കുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ജനങ്ങൾക്ക് മുന്നിൽ റിപ്പോർട്ടർ ചോദ്യം ചോദിക്കുന്ന ഒരാളാണെന്നല്ല, തടസ്സപ്പെടുത്തുന്നു എന്ന ഒരു ഇമേജ് കൂടി
ഈ വി ഡി സതീശന്റെ ഒക്കെ പത്രസമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയി വന്നേക്കാം. ചിലപ്പോൾ രാഹുലിനെ വേട്ടയാടാൻ വേണ്ടി കൊണ്ടുവരുന്ന വാർത്തകളാണ്, ഇതിൽ സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ. നമ്മൾ സത്യം തേടുന്നത് എപ്പോഴും ഒരു ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ അല്ലെങ്കിൽ മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കുറെ നാളെ ലീനിയേജ് ഉള്ള, അതായത് പാരമ്പര്യമുള്ള ഒരു അടിത്തറയുള്ള വർഷങ്ങളായി ഉള്ളൊരു ഇതിനെ മാത്രം വിശ്വസിക്കുക എന്നൊരു രീതിയിലേക്കാണ് ആളുകൾ ആയിരിക്കാം. കാരണം നമ്മൾ മറ്റു മാധ്യമങ്ങൾ, ഇപ്പോൾ ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത നമുക്കൊന്നും കൂടി വിശ്വാസ്യത ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏഷ്യനെറ്റും മനോരമ പോലെയുള്ള മാധ്യമങ്ങൾ പിൻപറ്റുന്ന ഒരു ശൈലിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഹുലിന്റെ വിഷയം കൂടുതൽ ആളുകൾ കാണാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഏഷ്യനെറ്റ് ആയിരിക്കും തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. കാരണം UDF കേന്ദ്രങ്ങൾ വരുന്ന പത്രസമ്മേളനത്തിൽ തന്നെ, ഈ റിപ്പോർട്ടറിൽ തന്നെ വരുന്ന ലൈവിൽ തന്നെ ആളുകൾ കാണുന്നു, നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ പറയാൻ അനുവദിക്കുന്നില്ല എന്ന് റിപ്പോർട്ടറിലൂടെ തന്നെ ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ അവർ പിൻപറ്റുന്ന ആ ഒരു ശൈലി ഇനി രാഹുലിനെ വേട്ടയാടാൻ കൃത്യമായി അവർ ഉപയോഗിക്കുകയാണോ? പിന്നെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ മാറുന്ന ഒരു ശൈലി കൊണ്ടുവന്നതും റിപ്പോർട്ടറാണ്. കാരണം അവരുടെ വൈകിട്ടത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ ഓരോരുത്തരും അത് ഇപ്പൊ മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും അത് വാർത്തകളിൽ പ്രതിഫലിക്കരുത്, അല്ലെങ്കിൽ അതെ അങ്ങനെ പറയരുത് എന്ന രീതി എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഓരോ മാധ്യമപ്രവർത്തകരും അവരുടെ രാഷ്ട്രീയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ പ്രതിനിധികളായി സംസാരിക്കുന്ന ഒരു ശൈലിയും കൂടി കൊണ്ടുവന്ന റിപ്പോർട്ടറാണ്. അപ്പോൾ വ്യക്തമായി അറിയാം ജനങ്ങൾക്ക്, ഇപ്പോ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പ്ലെയിൻ വാർത്ത വായിക്കലായിരിക്കാം, എങ്കിൽ കൂടി അദ്ദേഹം ഒരു കോൺഗ്രസ് വക്താവാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വക്താവാണ്, അല്ലെങ്കിൽ BJP വക്താവാണ് എന്ന രീതിയിലാണ് ഈ വാർത്ത ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വരുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞ വാർത്തയല്ലേ, അത് അങ്ങനെയായിരിക്കും, അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം കുറച്ച് കമ്മ്യൂണിസ്റ്റ് ചായ്വിലായിരിക്കും ആ വാർത്ത വായിക്കുന്നുണ്ടാവുക എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ വിലയിരുത്തപ്പെടലുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ മുന്നണികളുടെ വാർത്ത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ വാർത്ത ആളുകൾ കാണാൻ കൂടുതൽ കുറച്ചും കൂടി മറ്റു മാധ്യമങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ ഇത്രയും ഹൈപ്പിൽ നിൽക്കുക. കഴിഞ്ഞ ആഴ്ച 100-ന് മേലെ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത കണ്ടു. കഴിഞ്ഞ ബാർക്ക് റേറ്റിംഗ് വന്നപ്പോൾ അതെ 100-ന് മേലെ പോകുന്ന ആദ്യ ചാനൽ എന്നെല്ലാം പറഞ്ഞ് നമ്പർ 1 ന്യൂസ് ചാനൽ ഇൻ കേരള എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടറിന്റെ പരസ്യങ്ങൾ കണ്ടു. പക്ഷെ അതെല്ലാം ഒരാഴ്ച കഴിയുന്നതോടുകൂടി ഇത്രയും ട്രെൻഡിങ് വാർത്തകൾ ഉണ്ടായിട്ട് പോലും താഴോട്ട് പോയെങ്കിൽ ഒരുപക്ഷെ അതിന് കാരണം ഈ ഒരു ശൈലിയായിരിക്കാം. ഈ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആളുകൾക്ക് കാണണ്ട എന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ ഏഷ്യനെറ്റ് എല്ലാം മുന്നിൽ വന്നിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്.